ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ പൊണ്ടാട്ടിനെ വിട്ട് പോവാണ് നാട്ടിക്ക്. ഗായ്സ്, അപ്പോൾ അങ്ങനെ ഞാൻ ബാക്ക് ടു നമ്മളെ നാട്ടിക്ക് വരികയാണ്. ഞാൻ ഇവിടുന്ന് നേരെ നമ്മളെ നാട്ടിക്ക് വരികയാണ്. താങ്കൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എന്ത് ചെയ്യാനാ, പ്രവാസികളുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ്, അതായത് 3 ദിവസം മുമ്പ് തുടങ്ങിയ പാക്കിങ് എപ്പോഴാണ് കഴിയണം? ഇപ്പോഴൊരു പാക്കിങ്ങിന് സമാധാനം കിട്ടിയത് ഇപ്പോഴാണ്. 3 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത പാക്കിംഗ് ആണ്. പക്ഷെ നമ്മള് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വാങ്ങാണ്ടായി, അതൊക്കെ വാങ്ങി കുറച്ച് കാർഗോ ഇട്ട്, പിന്നെ അതേപോലെ തന്നെ വെയ്ത്തിന്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ റെഡിയാക്കി. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു ഏറെക്കുറെ ഒരു 8 മണിയായില്ലേ? നാട്ടിൽ തന്നെ ഇവിടുത്തെ 7:15 അപ്പൊ എനിക്ക് ഒരു പുലർച്ചെ 2:40 എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത്. സോ നമുക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യാണ്ടല്ലേ? 2 മണിക്കൂർ 2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പോണതാണ് അല്ലേ? അപ്പൊ ഇനി കരി പോകുമ്പോ കരിയിലാന്നൊക്കെ പറയുന്നുണ്ട്. ഇതേമാതിരി തന്നെ ഇനി ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും കരിയില പറഞ്ഞിട്ട് അപ്പോഴും കുത്തിർന്ന് മോങ്ങിയത്. നമ്മള് കാരണില്ല, നമ്മളെ കണ്ണിൽ കരണ്ടി ചാടി സ്വാഭാവിക അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സംഭവമാണ്. അത് പ്രവാസിയായ ഭാര്യമാർക്കും അതായത് പ്രവാസമായ ഭർത്താക്കന്മാർക്കും എന്താവും മനസ്സിലാവൂലേ? അപ്പൊ ഗായ്സ്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലതിനാന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഭാഗ്യം തന്നെ എന്താവാ എന്തെങ്കിലുമൊക്കെ ഇവിടെ സെറ്റിലാവും. രണ്ടാളും ഒരുമിച്ച് ഇനി ഇൻഷാ അല്ലാഹ്. ഒന്നല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ, അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പര് അങ്ങോട്ട് വരുമ്പോ നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസ് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ വീഡിയോ കോളിലൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ മൂപ്പരെ വീഡിയോ കോളിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാൻ ഈ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോണതൊക്കെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്നുള്ള ഗൈസ് എത്രത്തരുള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ. ഇല്ല, അഞ്ഞോണ്ട് കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, see you again le another video together after 2 years le. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ഇവിടുത്തെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാല്? ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു വൈബാണ്. ദിവസം പോണറിയില്ല. ദിവസം, അതായത് മെയിൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം പോണത് നമ്മൾ അറിയില്ല. അതായത് എന്നും ഒരേമാതിരി എല്ലാ ദിവസവും ഒരേപോലെ. അതായത് എന്റെ വിസിറ്റിങ് ഇപ്പൊ ഞാൻ 2 മാസം കഴിഞ്ഞ് 2 മാസം എനിക്ക് ഫീൽസ് ഒരേപോലെ, ഡെയിലി ഒരേപോലെ. രാവിലെ എനിക്ക് പുറമെ ഫുഡ് കഴിക്കും. അപ്പോൾ ബാക്കി വീഡിയോസ് ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. പാക്കിംഗ് ഒക്കെ ആദ്യം തന്നെ കഴിച്ച് വെച്ചോണ്ട് പിന്നെ നമ്മളെ ട്രോളിയും ബാഗും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. ഓവറായിട്ട് സന്തോഷമുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സങ്കടമുള്ള കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റക്കായി പോട്ടോ. പിന്നെ എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടാവില്ല. ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കും. അതേപോലത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഇത് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് ഞാൻ നാട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഒരു 3 days കഴിഞ്ഞിട്ടാണ് കേട്ടോ. ബട്ട് ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാതും നല്ലതിനെന്ന് പറയില്ലേ? ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് നല്ലതിനായിരിക്കാം മേ ബി. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് അത്യാവശ്യം ലോങ് ഉണ്ട് നമ്മളെ റൂമിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. എനിക്ക് വിശപ്പുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ട്. ഇന്ന് ഹെവി ആയിട്ടൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു മൈൻഡിനും. ബട്ട് അവിടെ വന്നിട്ട് ബിരിയാണി കണ്ടപ്പോൾ അത് കഴിക്കാൻ തോന്നി. പക്ഷേ ബിരിയാണി വേണ്ട വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഫ്രൈഡ് റൈസ് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിന് ഫുഡ്. പിന്നെ ഓര് കഴിച്ചിട്ടുണ്ടായിരുന്നത് റൊട്ടിയും എന്തോ പിന്നെ മറ്റേ എന്തേനു പറയുക, പാകിസ്ഥാനി പുലാവല്ല കടായി, അങ്ങനത്തെ സാധനമായിട്ട് കഴിച്ചിട്ടുണ്ടായിന്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിന് കേട്ടോ. സ്വാഭാവികമായിട്ട് ഇല്ലാത്തതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പോന്ന് അത്യാവശ്യം നേരത്തെ ഇറങ്ങിനല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. എനിക്കതിൻ്റെ പേരറിയില്ല, ഞാനപ്പോൾ അത് നോക്കിയിട്ടുണ്ടായില്ല. എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തതൊന്നും ഏനില്ല. അപ്പോൾ ഞാൻ പേരും കാര്യങ്ങളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. ബട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അവിടെ പോയി അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിന് കാണാനും നടക്കാനും. അത്യാവശ്യം നടന്ന് കാണാനുള്ള സ്പേസൊക്കെ ഉണ്ടായിന് കേട്ടോ. പക്ഷേ മൈൻഡ് ഫുള്ള് പോവണതും നാളെ മുതൽ നാട്ടിൽ രണ്ടാളും 2 നാട്ടിൽ
അതൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വ്യൂസും കാര്യങ്ങളും ഒന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. രണ്ടാളുടെ അവസ്ഥ തന്നെ ഇനി മൈൻഡ് എന്തോ പോലെ ആയിട്ട് രണ്ടാൾ നിന്നീന കേട്ടോ. റബി ഒപ്പമുള്ളതുകൊണ്ട് തന്നെ ഓൻ പറഞ്ഞ് കുറേ ചില്ലാക്കാൻ നോക്കി. അതുകൊണ്ട് കുറച്ച് നേരം ചിരിച്ച് സംസാരിച്ചിരുന്നുങ്ങാണ്ട് ഞങ്ങൾ ബാക്കിയുള്ള ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 12 മണി 12:30 കഴിഞ്ഞേക്ക് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു. എനിക്ക് 2:50 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഒരു 2 hours മുമ്പ് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, എപ്പോഴും ലൈഫിൽ എപ്പോൾ ഞാൻ ഈ എയർപോർട്ട് എന്ന് പറഞ്ഞ സംഭവം കേൾക്കുന്നോ അതോ കാണുന്നോ അപ്പം മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ആദ്യമാണ് കേട്ടോ. അത് എന്തുകൊണ്ടൊക്കെ അറിയില്ല, അതങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്നില്ല എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. ചിലപ്പോൾ ആൾക്കാർ വരുന്ന പോലെ കൊണ്ടുവരാൻ പോകുമായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലൊരു എന്തോ ഒരു ഫീലിങ്സ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഓനോട് യാത്ര പറഞ്ഞുകൊണ്ട് പോകുന്ന സീന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ നടന്നിക്കുക നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ. ഫ്ലൈറ്റിൽ കയറി ഒരു 1 hour കഴിഞ്ഞേക്ക് നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 hour ഒരു 2 hour ഒക്കെ ആയപ്പോഴത്തേന് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് ഒരു 4 hours നമുക്ക് ട്രാവൽ ഉണ്ട് കേട്ടോ. അതായത് അബുദാബി ടു കാലിക്കറ്റ് 4 hours ഫ്ലൈറ്റിംഗ് ടൈം വരുന്നത്. എന്നും ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറിയാൽ ഉറങ്ങണ ആളാണ് കേട്ടോ ഞാൻ. ഇതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായില്ല, ഉറക്കം വരുന്നുണ്ടായില്ല. സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ പോരെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ രാവിലത്തെ ആ ഒരു വ്യൂവും നൈറ്റിൽ നിന്ന് അവിടെ നിന്ന് കയറിയപ്പോഴത്തെ വ്യൂവും 2 വ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പുറത്തത്തെ വ്യൂ കാണുമ്പോൾ എന്തോ ഒരു സമാധാനം വരുന്നുണ്ടായിന് കേട്ടോ. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ടായിന് നമുക്കിങ്ങനെ. വിൻഡോ സീറ്റിൽ ഞാൻ ഇതുവരെ ഇരുന്നിട്ടുണ്ടായില്ല. ആ ഒരു സങ്കടം മനസ്സിലുണ്ടായിരിക്കുക. പഠിച്ചവന് സന്തോഷിക്കാൻ എന്തെങ്കിലും വഴി തരും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതേപോലെ എനിക്കിത് വിൻഡോ സീറ്റ് കിട്ടിയപ്പോൾ ഫീൽ ആയത് കേട്ടോ. എനിക്ക് മനസ്സിൽ പോകുന്ന സങ്കടം വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വിൻഡോ സീറ്റ് ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സൊന്ന് കൂളായിട്ട് ചില്ലാവണ ഒരു ഫീൽ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഒരു 8 മണി ആയപ്പോഴത്തേക്ക് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടായിനി. നാട്ടിലെത്തി ഓനിക്ക് വിളിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിനി. ഓള് ഇവിടെ വന്നപ്പോൾ ഞാൻ ഹാപ്പിയായി, എൻ്റെ അടുത്ത് നിന്ന് പോന്നപ്പോൾ ഈ സങ്കടത്തിലും ആയി. അതങ്ങനെയാടോ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയപ്പോൾ ഒരു ഭാഗം അങ്ങനെയാണല്ലോ, ഒരു ഭാഗത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് സങ്കടമാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇൻഷാ അല്ലാ ആഗ്രഹിച്ച പോലെ തന്നെ സ്വപ്നം കണ്ട പോലെ തന്നെ ഓരോ പ്രവാസിൻ്റെ ഭാര്യകൾക്കും ഓലെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ഓലെ ആഗ്രഹിച്ചൊരു ലൈഫ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലും എൻ്റെ സൗണ്ട് നന്നായിട്ട് ഇടർന്നുണ്ടാവും. കാരണം എനിക്കറിയാം ആ വേദന. നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ആഗ്രഹിച്ച പോലെ അധികം ടൈം നിൽക്കാൻ പറ്റാത്തപ്പോൾ കേട്ടോ. നാട്ടിലെത്തി ദെൻ ഫാമിലിയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ ഐ എം ഹാപ്പി, ബട്ട് സെയിം ടൈം ഐ മിസ് ഹിം സോ മച്ച്. അപ്പോൾ നേരെ മറ്റേ അവിടുത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എത്തിയപ്പോഴേക്കും വീട്ടുകാരൊക്കെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കേണ്ട സമയമൊന്നും എനിക്ക് ഉണ്ടായില്ല. ഓലൊക്കെ കാത്തിക്കുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിന് കേട്ടോ. പോരുന്ന വൈക്കന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിനി, ബട്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഗൈസ്.